പീക്ക് എനർജി ആണെങ്കിൽ മാത്രമേ അടിച്ചിടുകയുള്ളൂ. ഉറപ്പായിട്ടും അല്ലേ? അല്ലെങ്കിൽ അടിച്ചിടുക എന്നുള്ളത് മാത്രം നിൽക്കുന്ന അടി കൊള്ളാൻ നിൽക്കുന്ന ആളുടെ എനർജിയും അതിലൊരു വലിയ ഘടകമാണ്. ഈ സൂര്യനെ പോലും പ്രത്യക്ഷമായി നിൽക്കുന്ന സമയത്ത് ഗ്രഹണം ബാധിക്കുന്ന അതിന് രാഹുകേതുക്കൾ കാരണക്കാരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഡാർക്കൻ ഏരിയാസിലെ എനർജീസ് കൂടുതൽ നിൽക്കുന്നത്? ആ കുട്ടി സംസാരിക്കുന്നത് കണ്ടാൽ അപ്പൂപ്പൻ സംസാരിക്കുന്ന പോലെയാണ്. അപ്പം പിതൃക്കളുടെ പ്രസൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. റീബർത്ത് ഉണ്ടെന്നുള്ള കാര്യം 100% കൺഫേം ആണ്. അപ്പോൾ പ്രേത സാന്നിധ്യം ജാതകത്തിലേക്കായാലും നല്ലത് കൃത്യമായിട്ട് അവലംബിക്കാനും പ്രായോഗികമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുന്നത് നമുക്ക് പ്രശ്നരാശിയിലാണ്. അപ്പോൾ ജാതകത്തിലെ ഗുളികന് പ്രസക്തികളുണ്ട് എന്ന് അത് വേറെ പല വിധത്തിലാണ്. ഒരു ഗ്രഹത്തെ എങ്ങനെ പരിഗണിക്കുന്നു അതേപോലെ തന്നെ ആ ഗുളികനെയും ഗുളികൻ നിൽക്കുന്ന നക്ഷത്രത്തെയും ആ നക്ഷത്ര അംശകത്തെയും, ഗുളികനിപ്പം തുലാൻ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെ ഇടവൻ രാശിയിൽ നിൽക്കുകയാണ്, ഇടവൻ രാശിയിൽ ഗുളികൻ നിൽക്കുന്നു. ഈ ഇടവൻ രാശിയിൽ 3 നക്ഷത്രങ്ങളുണ്ടല്ലോ, കാർത്തികയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ രോഹിണി ഫുള്ളുണ്ട്, പിന്നെ നമുക്കവിടെ മകയിരത്തിൻ്റെ അരയുണ്ട്. അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക ഗുളികൻ്റെ നിൽപ്പ്. ആ രോഹിണി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുളികൻ ആ ജാതകത്തിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നോ അയാൾക്കപ്പോൾ ഒരു നക്ഷത്രം ഉണ്ടാവും. ആ ചന്ദ്രൻ അംശിച്ചിരിക്കുന്നത് എവിടെയാണ്? ഈ ചന്ദ്രൻ അംശിച്ച നക്ഷത്രവുമുണ്ട്. അപ്പം ഗുളികൻ്റെ വേർഷൻസ് പോയി അവിടെ ത്രികോണം കണക്ട് ചെയ്തു. ഒരു ഗ്രഹം തന്നെ അതിനെ ഈ 3ൻ്റെയും കൂടി പൂർണ്ണ കണക്ഷൻസ് എന്താണോ അതായിരിക്കും ആ ഗുളികൻ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഡെലിവറി ചെയ്യാൻ പോകുന്നത്. നേരെ മറിച്ച് പ്രേതാനുഭവങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഗുളികൻ ബാധ എന്ന് പറയുന്ന രാശി, പ്രശ്നരാശിയിൽ ബാധയും ഗുളികനും തമ്മിലുള്ള സംബന്ധം പ്രേത ബാധ അത് പ്രത്യക്ഷമാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യാൻ വേണ്ട, നമ്മൾ ആ പിതൃക്കളെ റിലീസ് ചെയ്യാൻ വേണ്ട എന്ത് പ്രൊസീജിയറാണോ ഈ വിദ്യാമണ്ണം വേണ്ടത് അത് ചെയ്യണം. നിശ്ചയിച്ചാൽ 21 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയും വേണം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ചുരുങ്ങിയ വെർഷൻ. നമ്മൾ പറയുമ്പം ഇതിൻ്റെ അമാവാസി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെയും പോകാനുണ്ട്, അതിലേക്ക് പോവാം. ശ്രീകാന്ത്ജി പറഞ്ഞത് വളരെ വാസ്റ്റായിട്ടുള്ള ഇൻഫർമേഷനാണ്. അതായത് ഇത് സാധാരണ രീതിയിലുള്ളൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ വലിയൊരു ആൻസർ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് ഡെപ്തിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിനകത്ത് തന്നെ വീണ്ടും നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ 1-2 ഏരിയാസും കൂടെയുണ്ട്. അതായത് ഇപ്പോൾ ശ്രീകാന്ത്ജി പറഞ്ഞു നമ്മുടെ എനർജി എന്ന് പറയുന്ന ട്രയാങ്കിളാണ്. എനർജി ഭയങ്കര എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിനെങ്കിലും അപ്പുറമായിട്ട് നിൽക്കുന്ന ഒരു എനർജി സോഴ്സാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ പ്ലേസിലും പല രീതിയിലുള്ള എനർജികളുണ്ട്. അല്ലേ? സോ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള എനർജി സോഴ്സ് ഉണ്ട്. അത് ഓരോ താങ്കൾ പറഞ്ഞ പോലെ ഇൻഡിവിജ്വൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി യുണീക്കാണ്. ഒരു യൂണിവേഴ്സ് നമുക്ക് തന്നിരിക്കുന്ന വളരെ ഒരു യുണീക്നെസ് തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പം ഈ ഗുളികനാണ് കേരളത്തിനകത്ത് ഈ പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത്. അതെ, ഗുളികനാണ് താരം. അതിൽ നല്ല ജ്യോതിഷന്മാർ അതിനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മോശം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. എന്നാലും കമേഴ്ഷ്യൽ ആസ്പെക്ട് കുറച്ചുകൂടെ മുന്നിൽ കാണുന്ന ആൾക്കാർ അതിനെ പ്രോപ്പറായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് ചേർത്ത് പറയാം. ജ്യോതിഷം പഠിക്കാൻ തുടങ്ങുന്നതൊക്കെ ഒരു സമയത്ത് ഒരു ഗുരുക്കാരൻ്റെ അടുത്ത് ചെന്ന്, അപ്പോൾ അദ്ദേഹം ക്ലാസ് തുടങ്ങാം. അപ്പം ഗ്രഹങ്ങളെ പഠിഞ്ഞ് ഗുളികനെ പറഞ്ഞു നിങ്ങളെല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി പരിഗണിക്കേണ്ടത്, കാരണം നിങ്ങളുടെ ചോറാണിതെന്ന് തമാശ രീതിയിൽ പറഞ്ഞാണെങ്കിലും നിങ്ങളുടേത് മാത്രമല്ല ജ്യോതിഷികളുടെ ചോറാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രേതത്തെ വെച്ച് പേടിപ്പിക്കാനും പറ്റും. അങ്ങ് ആദ്യം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ പ്രേതത്തെ വെച്ചാൽ ചില ജ്യോതിഷികൾ എന്ന് പറഞ്ഞാൽ ഹോപ്പ് അല്ലെ ഫിയർ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ജനറേറ്റ് ചെയ്യാം. ഈ സംഭവത്തിൽ പണിയെടുക്കും എന്നുള്ളതാണ്. അപ്പം ഗുളികൻ ഇതിന് വലിയ റോളാണ്. അതെ, എസ്പെഷ്യലി കേരളത്തിനകത്ത് ഭയങ്കര റോളാണ്. അപ്പോൾ ഈ കേരളം വിട്ട് പുറമേ പോകുന്ന സമയത്ത് ഗുളികന് ഏതൊരു പ്രസക്തിയില്ല. അപ്പോൾ സോ അവിടെ വേറൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിളും റൂൾസും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എനർജി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ കാണുമ്പോൾ അതേ സിമിലിയർ ഫേസും സിമിലിയർ സംസാരവുമുള്ള വേറൊരു ആളുണ്ട് എന്ന് പറയുമ്പോൾ ഈ പിതൃജന്മം അല്ലെങ്കിൽ പിതൃക്കൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രീ ആണ് അല്ലേ? ഏകദേശം 100-300ഓളം മെകളിൽ വരുന്ന ട്രീ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അപ്പൂപ്പന്മാരോ നമ്മുടെ പരമ്പരകളിലുണ്ടാകുന്ന ഒരു റീബർത്ത് ആയിരിക്കും നമ്മുടെ മുമ്പിൽ കാണുന്നത്. അല്ലേ? അപ്പോൾ അറിയാവുന്നുള്ളവർ പറയും, നമ്മൾ പല പ്രാവശ്യവും പല വീട്ടുകാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ കുട്ടി സംസാരിക്കുന്ന കണ്ടാൽ അപ്പൂപ്പൻ സംസാരിക്കുന്ന പോലെയാണ്.
സോ അപ്പം പിതൃക്കളുടെ പ്രസൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. റീബർത്ത് ഉണ്ടെന്നുള്ള കാര്യം 100% കൺഫേം ആണ്. അപ്പോൾ ഈ യൂറോപ്യൻസിൻ്റെ ഇടയിൽ പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഡിവൈസസ് ഉണ്ട് ഈ എനർജിയെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലേ? സോ നമുക്ക് ആ ഡിവൈസസിൻ്റെ എണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നമ്മൾ അത്ര വളരെ ഫെമിലിയർ അല്ല. നമുക്ക് നമ്മൾ ട്രഡീഷണലി ഉപയോഗിക്കുന്ന ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്. ഈ മെക്കാനിസത്തിനകത്ത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇത് പറയുന്നത് മാത്രമാണ് വിശ്വാസം. തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ വരുത്തു പോക്കുണ്ടോ എന്ന് പറഞ്ഞാൽ ആണോ, പിന്നെ എല്ലാം അത് രീതി കണക്ട് ചെയ്യും. ഇന്ന സമയത്ത് സൗണ്ട് കേൾക്കാറുണ്ടോ, സ്വാഭാവികമായിട്ടും ആലോചിക്കുമ്പോൾ സൗണ്ട് കേൾക്കാതെ വീടില്ല. അതും ഒരു USP ആണ്, ഒരു ജ്യോതിഷൻ ഇട്ട് കൊടുക്കുന്ന ഒരു USP ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങളുടെ കൂടെ ഒരു പ്രേതബാധയുണ്ട്, ഒരു എനർജി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ ഒരാൾക്കും കഴിയില്ല. അതെ. പിന്നെ ഒരു എക്സാമ്പിൾ പറയും, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ, ബെല്ലടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കർട്ടൻസ് ആടുന്നുണ്ടോ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഈവൻ എനർജി സോഴ്സ് വന്നു പോകുന്ന സമയങ്ങളുണ്ടാകാം, പക്ഷേ പീക്ക് എനർജി ആണെങ്കിൽ മാത്രമേ അടിച്ചിടുകയുള്ളൂ. ഉറപ്പായിട്ടും അല്ലേ? അല്ലെങ്കിൽ അടിച്ചിടുക എന്നുള്ളത് മാത്രം അടി കൊള്ളാൻ നിൽക്കുന്ന ആളുടെ എനർജിയും അതിലൊരു വലിയ ഘടകമാണ്. അതെ. അപ്പം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ നല്ല ഓറയുള്ള ആളാണെങ്കിൽ ഇതൊക്കെ ഒരു പരിധിവരെ നമ്മളെ ബാധിക്കാതെ മാറിപ്പോകും. തീർച്ചയായിട്ടും. അല്ലേ? നമ്മളാരെയും പ്രൊവോക്ക് ചെയ്യുന്നില്ല, ഒരു എനർജിയും പ്രൊവോക്ക് ചെയ്യാതെ മര്യാദയ്ക്ക് മാറിപ്പോവുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ഔട്ട് ഓഫ് ഇന്ത്യൻസ്, ഇപ്പം നമ്മളിപ്പോൾ പലരും പറയാറുണ്ട്, ഈ ഇടയ്ക്കൊരു പാരാസൈക്കോളജിസ്റ്റിൻ്റെ ഒരു നോട്ട്സ് ഉണ്ടായി. നമ്മൾ ഈ ബ്രിഡ്ജ് വഴി ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിലും ഇത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, എനർജി സോഴ്സസ് കാണാറുണ്ട്. ഇപ്പോൾ ഇത് ക്രോമോ ഫോട്ടോഗ്രാഫി എന്നുള്ള സംഭവത്തിനകത്ത് പല ഡിവൈസസും കൊണ്ടുപോയി റെക്ടിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ സത്യം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഡാർക്കൻ ഏരിയാസിലെ എനർജീസ് കൂടുതൽ നിൽക്കുന്നത്? ഓക്കെ, രണ്ട് വിഷയത്തിലേക്ക് വരാം. നമുക്ക് ഈ എനർജിക്ക് തന്നെ നമുക്ക് ഈ 9 ഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് രാഹുവും കേതുവും തമോഗ്രഹങ്ങളാണ്. അതെ. ഈ തമോഗ്രഹങ്ങളാണ് ഒരു വിധത്തിൽ സ്റ്റാർ എന്ന് ഞാൻ പറയും. അതായത് താരങ്ങൾ അവരാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രഹങ്ങളിൽ സൂര്യനെയാണ് ഏറ്റവും മുഖ്യമായിട്ട് ജ്യോതിശാസ്ത്രത്തിൽ പ്രാധാന്യം നൽകുന്നത്. ഈ സൂര്യനെ പോലും പ്രത്യക്ഷമായി നിൽക്കുന്ന സമയത്ത് ഗ്രഹണം ബാധിക്കുന്നതിന് രാഹുകേതുക്കൾ കാരണക്കാരാണ്. ആ ബാധിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രത്യക്ഷത്തിൽ നല്ല കത്തിജ്വലിച്ച് നിൽക്കുന്ന പ്രകാശത്തിന് പോലും മങ്ങലേൽപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ശരി. ഈ ഒരു പ്രോസസ്സ് മറ്റൊരു ഗ്രഹങ്ങളും ഇങ്ങനെ വന്ന് ലൈവായിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മളെ കാണിച്ചു തരുന്നില്ല, ഡിസ്പ്ലേയിലില്ല. പക്ഷേ രാഹുകേതുക്കൾക്ക് അത് നടക്കുന്നുണ്ട്. എന്നാൽ ഇവരെ ഒട്ടാരും കാണുന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും പിന്നെ ഉള്ള 7 ഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്കിനിയും ശാസ്ത്രതലത്തിലേക്ക് വരുമ്പോൾ എനർജിയെക്കുറിച്ചൊന്ന് ഡിവൈഡ് ചെയ്യാൻ, ടൈപ്സ് ഓഫ് എനർജി നോക്കുമ്പം അതും 7 ശരി. കൈനറ്റിക് എനർജി ഉണ്ട്, ഹീറ്റ് എനർജി ഉണ്ട്, സ്റ്റോർഡ് എനർജി ആയിട്ടുണ്ട്, ആറ്റമിക് എനർജീസ് ഉണ്ട്, പിന്നെ റേഡിയൻ്റ് എനർജി. നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് റേഡിയൻ്റ് എനർജി, അതായത് ലൈറ്റിൽ നിന്നുമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജീസിനെ കുറിച്ച് പറയാം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയിലേക്കൊക്കെ വരുമ്പം വീണ്ടും സൂര്യന് തന്നെയാണ് പ്രാധാന്യം. വെച്ചാൽ വെളിച്ചത്തിന് ഒത്തിരി പല വിധത്തിലുള്ള വെളിച്ചമുണ്ട്. പക്ഷേ സൺലൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഈ ലൈറ്റിന് മാത്രം എന്താ പ്രത്യേകത? ലൈറ്റിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ്, സ്പീഡാണ് ഒന്നാമത്തെ ക്വാളിറ്റി. 2 പാക്കറ്റ്സ് ഓഫ് എനർജി, ഹ്യൂജ് പാക്കറ്റ്സ് ഓഫ് എനർജിയെ ഒരിടത്തു നിന്നും വേറൊരിടത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. 3 അത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് വേറെ ഉണ്ടല്ലോ സാറേ എന്ന് ചോദിച്ചാലോ, ബാക്കിയുള്ളതൊക്കെ കാണാൻ പറ്റില്ല, ഇത് കാണാൻ പറ്റും. വ്യത്യാസം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം, അപ്പോൾ ഈ ഇരുട്ടിൻ്റെ കാര്യത്തിലേക്ക് വരാം.